അളിയൻ കോംപ്രമൈസ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അളിയൻ എന്ന് വെച്ചാലും നമ്മുടെ കുഞ്ചൂസിന്റെ ഹസ്ബൻഡ് അല്ലേ. എങ്ങനെ ആളെ എന്ത് മുൻകൈ എടുത്തേ കോംപ്രമൈസ് ചെയ്യാൻ? അടിച്ചു പിരിയാൻ നിൽക്കുന്ന ആൾക്കാരെ ഒന്നിപ്പിക്കാന്ന് വെച്ചാൽ ചില കാര്യമല്ല, പിരിയാന്നുള്ള ലെവലിൽ തന്നെയായിരുന്നു. പിന്നെ ഒത്തുതീർപ്പായിട്ട് ഇവള് പിന്നെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നിട്ട് പിന്നെ ഇവള് പോയി. മല്ലു ഫാമിലി സുജിൻ ആൻഡ് പൊന്നൂസ് ആണ് സബ്ജക്ട്. അവർ വേർപിരിഞ്ഞു, ഡിവോഴ്സിന്റെ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നു എന്നൊക്കെ ഒരു സംഭവം ഇവിടെ കടന്ന് പറക്കുന്നുണ്ട്. അപ്പം നമ്മൾ അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി തരാനാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. കുറേയധികം യൂട്യൂബേഴ്സ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതായത് പൊന്നൂസിന്റെ ഇൻസ്റ്റാ അക്കൗണ്ട് വഴിയാണ് ഏകദേശം സൂചന, ഒരു ഹിന്റുകൾ അവർക്ക് തരുന്നുണ്ട്. അപ്പം അങ്ങനെ നിതാ സതീശൻ എന്ന് പറഞ്ഞ പൊന്നൂസിന്റെ ഇൻസ്റ്റാ വഴിയാണ് അങ്ങനെ ഈ ബന്ധം അവസാനിച്ചു എന്നൊക്കെ പോസ്റ്റുകൾ ഇടുന്നു. പിന്നെ അതിന് മുന്നേക്കെ പറയുകയാണെങ്കിൽ മഹാ ഊടായ്പാണ് ഈ സുജിന്റെ ഓരോരോ കണ്ടന്റ് എന്ന് പറയുന്നത്. ഞാൻ കുറെ വർഷങ്ങളായിട്ട് ഇവരുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ യൂട്യൂബ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ്. അപ്പൊ ഞാൻ ഇതുപോലെ കുറെ അധികം ഫാമിലി ബ്ലോഗേഴ്സിന്റെ ഫാൻ ആയിട്ടുണ്ട്. അതായത് ഈ കുഞ്ഞാറ്റയുടെ ആണെങ്കിലും ഈ മല്ലു ഫാമിലിയുടെ ആണെങ്കിലും അങ്ങനെ കുറെ അധികം. നേരത്തെ വേറെ പണിയൊന്നും ഇല്ലായിരുന്നു, അങ്ങനെ കണ്ടോണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ ഈ ഇവരെ ചാനൽ കാണാൻ നിർത്തിയത് എന്ന് പറഞ്ഞാല് ഈ സുജിൻ എന്ന് പറഞ്ഞൊരു വ്യക്തി പൊന്നൂസിന്റെ അവിഹിതം എന്ന് പറഞ്ഞ ഒരു കോണ്ടന്റ് ഉണ്ടാക്കി. അന്ന് എന്താണ് പൊന്നൂസ് പിണങ്ങി അതാണ് വേറെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു, പൊന്നൂസിന്റെ വീട്ടിൽ പോകുന്നു, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് നമുക്ക് എന്തോ ഇതത്ര പന്തിയല്ലല്ലോ എന്നൊക്കെ തോന്നിയിട്ടുണ്ടെന്ന്. പിന്നീട് ഇതൊക്കെ നമ്മളെ എന്താണ്ടോ വലിപ്പിക്കുന്ന രീതിയിൽ കോണ്ടന്റ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ അത് അൺസബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ എന്റെ വഴിക്ക് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്തിടെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നത്. അതിനുശേഷമാണ് നമ്മുടെ കുഞ്ഞാറ്റ ഇച്ചായും വിഷയമൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അതിനൊക്കെ ആയിട്ട് എന്തൊക്കെയോ ഒരു കണക്ഷൻ ഇതിനുണ്ട്. അപ്പം എന്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ് ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പം വെൽക്കം ബാക്ക്. നമുക്ക് ആദ്യമേ ഈ മല്ലു ഫാമിലിയുടെ കുറച്ച് കോണ്ടന്റ് നമുക്ക് കണ്ടിട്ട് വരാം. അപ്പൊ ഈ സ്ക്രിപ്റ്റഡ് ആയിരുന്നോ ശരിക്കും? ഇഷ്യൂസ് ഉണ്ടായിരുന്നു ശരിക്കും. അപ്പൊ അത് ഏട്ടൻ ഇങ്ങനെ കുറച്ചായിട്ട് പൊടിക്കും ഞങ്ങളുടെ ക്യാപ്ഷനൊക്കെ വെച്ച് ഞാൻ പറഞ്ഞില്ല ചോദിക്കില്ലേ ക്യാപ്ഷൻ എപ്പോഴും ഞാൻ കോണ്ടാക്ട് ഉണ്ടായിരുന്നില്ല. അച്ഛനായിട്ട് എന്റെ അളിയനൊക്കെ സംസാരിക്കല് ഞാനും ചേച്ചിയും കോണ്ടാക്ട് ചെയ്യുന്നല്ലാണ്ട് ഞാനും ഏട്ടനും അങ്ങനെ കോണ്ടാക്ട് ഉണ്ടാവില്ല. ഇവളെ മറ്റേ ഞാൻ അവിടെ ചെന്നു, ഞാൻ എന്റെ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്തു. അവളെ പെട്ടെന്ന് തന്നെ പോയി. കാരണം ഞാൻ പിരിന്ന് ഉറപ്പിച്ചിട്ട് പോയത്. അതുകൊണ്ട് ഞാൻ വേഗം എന്റെ സ്റ്റഡീസ് എങ്ങനെയും ജീവിക്കണല്ലോ. അപ്പൊ ഞാൻ വേഗം എന്റെ സ്റ്റഡീസിലേക്ക് തിരിഞ്ഞു. അത് അങ്ങനെ പോയി ചേർന്നു. ഇപ്പൊ അളിയൻ കോംപ്രമൈസ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അളിയൻ എന്ന് വെച്ചാലും നമ്മുടെ കുഞ്ചൂസിന്റെ ഹസ്ബൻഡ് അല്ലേ. എങ്ങനെ ആളെ എന്ത് മുൻകൈ എടുത്തേ കോംപ്രമൈസ് ചെയ്യാൻ? അടിച്ചു പിരിയാൻ നിൽക്കുന്ന ആൾക്കാരെ ഒന്നിപ്പിക്കാന്ന് വെച്ചാൽ ചില കാര്യമല്ല, പിരിയാന്നുള്ള ലെവലിൽ തന്നെയായിരുന്നു. പിന്നെ ഒത്തുതീർപ്പായിട്ട് ഇവള് പിന്നെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നിട്ട് പിന്നെ ഇവള് പോയി. പിന്നെ ഞങ്ങൾ പിന്നെ അടി ഉണ്ടായി. കാരണം അപ്പോൾ നമ്മളിങ്ങനെ പ്രോപ്പർ ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലേ. നമ്മള് ആർക്കോ പിള്ളേർക്ക് വേണ്ടി വരുന്നു. മിണ്ടിയിരുന്നില്ല. ഞാൻ കുട്ടികളെടുക്കും വർത്തമാനം പറയും, അമ്മ കുട്ടിയെടുക്കും. പിന്നെ അടിപിടി ഉണ്ടായി. നമ്മൾ അവരോട് സംസാരിക്കുന്നില്ല. നമ്മള് എന്താണ് മക്കളുള്ളതല്ലേ, മക്കൾക്ക് വേണ്ടി വരണ്ടേ നമ്മൾ അങ്ങനെ വരുന്നു. ഏട്ടനോ മക്കളുള്ളതല്ലേ, മക്കൾക്ക് വേണ്ടി നിൽക്കാതെ അങ്ങനെ നമ്മൾ രണ്ടാളും മക്കൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഇതിലായിരുന്നു. പിന്നെയും അപ്പൊ അങ്ങനെ വരുമ്പോ എങ്ങനെ പോയിട്ട് സ്വാഭാവികമായിട്ട് വരുമ്പോഴും വഴക്കും പ്രശ്നം ഉണ്ടായിരിക്കുള്ളൂ. പിന്നെയും വഴക്കായി പിന്നെയും. അപ്പം രണ്ടുപേര് തമ്മിൽ ഡിവോഴ്സ് ആകുക, അല്ലാതെ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ വേർപിരിയുക എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വളരെ വിഷമം ഉള്ള കാര്യമാണ്. അധികം സന്തോഷമൊന്നും കിട്ടാത്ത ഒരു കാര്യമാണ്. പക്ഷെ പരസ്പരം രണ്ടുപേർക്കും ഒത്തൊരുമിച്ച് പോകാൻ പറ്റത്തില്ല എന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് ഡിവോഴ്സ് ആയി തന്നെ പോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. പക്ഷെ ഇതിന്റെ ഇടയിൽ നിൽക്കുന്നതാണ് കുട്ടികൾ. അപ്പം അവരാണ് ഇതിനകത്ത് ഏറ്റവും വലയ്ക്കപ്പെടുന്ന ഒരു സംഭവം. അച്ഛന്റെ ഭാഗത്ത് പോയി, അമ്മയുടെ ഭാഗത്ത് പോയി. പക്ഷെ ഇവർ രണ്ടുപേരും ഒന്നിച്ച് നിൽക്കണം എന്ന് തോന്നുന്നത് കുട്ടികൾക്കാണ്. അപ്പം നമുക്കറിയാം ഇവര് പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. സുജിൻ ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. അങ്ങനെ ഫാമിലി വ്ലോഗ്സ് തുടങ്ങി യൂട്യൂബിൽ നിന്ന് പച്ച പിടിച്ച് ഇപ്പം ഇന്ന് ഏറ്റവും നല്ലൊരു സിറ്റുവേഷനിൽ നിന്ന് ജീവിക്കുന്ന വ്യക്തികളാണ് സുജിനും പൊന്നൂസും. അപ്പം എന്താണ് ഇതിനകത്തെ വിഷയം എന്ന് വെച്ചാൽ വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് തന്നെയാണ്. അപ്പം സുജിന്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെയോ ഒരു അരുതാത്ത സംഭവം നടന്നുകൊണ്ട് ആണെന്ന് തോന്നുന്നു ഇതൊരു ഡിവോഴ്സിലോട്ട് എത്താൻ കാരണം. അത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊന്നൂസിന്റെ ഇത് പോസ്റ്റിൽ നിന്ന് അത് വളരെ വ്യക്തമാണ്. അപ്പം അവളിട്ട പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വിലപ്പെട്ടതായിട്ടുള്ള ഇത് ചാപ്റ്റർ നീ തന്നെയാണെന്നുള്ള രീതിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ സംതിങ് കാര്യങ്ങൾ കൊണ്ട് ഒത്തുപോകാൻ പറ്റുന്നില്ല. ഇഷ്ടമാണ് പക്ഷെ പറ്റുന്നില്ല, അതുകൊണ്ട് വേർപിരിയുന്നു എന്നൊരു മീനിങ് വരത്തക്ക രീതിയിൽ. അപ്പൊ നമുക്ക് പറയാൻ പറ്റുന്ന വെച്ചാൽ ഒരു ഭർത്താവും ചെയ്യാൻ പറ്റാത്തത്ര ചെറ്റത്തരം സുജിൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു മോസ്റ്റ് എക്സാമ്പിൾ ആണ് പൊന്നൂസിന്റെ അഭിഹിതം എന്ന് പറഞ്ഞ റീച്ചിന് വേണ്ടി കാട്ടിക്കൂട്ടിയിട്ടുള്ള ആ പരിപാടി. അപ്പൊ ഒരിക്കലും ഇത് എത്രയോ ലക്ഷങ്ങളിലെ ആളുകളോട് എത്തിക്കുന്ന കാര്യമാണ്. എന്തൊക്കെ തന്നെയാണെങ്കിലും എത്ര പൈസ കിട്ടുന്നതാണെങ്കിലും അവനവന്റെ പെണ്ണുമ്പിള്ളെ വെച്ച് വിറ്റ് പൈസ വാങ്ങുന്ന അത്രയും ചെറ്റത്തരം വേറെ ഒന്നുമില്ല. അപ്പം അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്ത് അങ്ങനെ ഒരു മിസ്ലീഡിങ് കോണ്ടന്റ് ഇട്ട് ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പൊ അതിനെതിരെയായിട്ട് ഇവർ രണ്ടും കൂടെ ഒരു ഇതൊക്കെ വന്ന് ഇന്റർവ്യൂസ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനകത്ത് ഈ ഒരു ഫാമിലി നടക്കുന്ന ഫുൾ ഹിസ്റ്ററി പബ്ലിക്കിലോട്ട് പറയേണ്ട ഒരു ദയനീയാവസ്ഥ, അത്രയും നാണക്കേട് വേറെ ഇല്ല. ഈ ഫാമിലി ബ്ലോഗേഴ്സിന്റെ ഒക്കെ ഒരു കാര്യം ഇതാണ്, അവർക്ക് ഒന്നും മറച്ചു വെക്കാൻ പറ്റില്ല. അവർക്കൊരു പേഴ്സണലായിട്ട് ഒരു കാര്യം കീപ്പ് ചെയ്യാൻ പറ്റില്ല. എല്ലാം പബ്ലിക്കിൽ വന്ന് പറഞ്ഞേ പറ്റുള്ളൂ.
അപ്പൊ സുജിൻ കാണിക്കുന്ന ആ ഒരു പരിപാടി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നുണ്ടായിരുന്നില്ല. അപ്പം അന്ന് പറഞ്ഞിരുന്നത് എന്റെ അളിയനും ആൾക്കാരും ഒക്കെ കൂടിച്ചേർന്നാണ് ഇത് ഒത്തൊരുമിച്ച് കൊണ്ടുപോയത്, അന്നേ ഞങ്ങൾ വേർപിരിയേണ്ടവരായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്നത് തന്റെ ഭാര്യയാണ്, അതുപോലെ തന്നെ അവളൊരു പെണ്ണാണ്, അവളും നാളെ സമൂഹത്തിന്റെ മുന്നോട്ട് ഇറങ്ങി നടക്കേണ്ടതാണ്. അപ്പം ആ ഒരു ഒരു പരിഗണന ഒന്നും കൊടുക്കാണ്ട് എല്ലാ വിഷയങ്ങളും കോണ്ടന്റ് ആക്കുന്ന ഒരു പ്രവണതയാണ് ഇവരുടെ ഒരു ഇതിനകത്ത് കണ്ടത്. കാരണം ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല രസമായിരിക്കും, അപ്പം കാണാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. പക്ഷെ എന്തുകൊണ്ട് നന്നായി എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമുക്ക് ഇതിലോട്ട് വരുവാണെങ്കിൽ കുറച്ച് നാൾക്ക് മുമ്പേ നമ്മുടെ അമൽ കുഞ്ഞാറ്റ വിഷയം വന്നപ്പോഴത്തേക്ക് ഇപ്പൊ അത് ഏകദേശം കെട്ടടങ്ങി നിൽക്കുകയാണ്. ഇതുപോലെ തന്നെ കുഞ്ഞാറ്റ ഒരു പോസ്റ്റ് ഇട്ട് അവസാനിപ്പിക്കുന്ന ആ സമയത്ത് അമൽ ചൊറിഞ്ഞുകൊണ്ട് വന്നിരുന്നു. അമല് ചൊറിഞ്ഞുകൊണ്ട് വന്നപ്പോഴാണ് അവിടെ കുറച്ച് ചാറ്റും ഹിസ്റ്ററി ഒക്കെ പുറത്തു വന്നത്. അപ്പൊ രേഷ്മ എന്ന് പറഞ്ഞൊരു കുട്ടിയാന്ന് തോന്നുന്നു, ഈ പൊന്നൂസിന്റെ ഭാര്യയ്ക്ക് അടക്കം ഈ അമലുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, ഒരു വേറെ രീതിയിൽ ചാറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള കോണ്ടന്റ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. അന്ന് വൈകാരികമായിട്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് നമ്മുടെ സുജിൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് പോലീസ് കേസൊക്കെ ആയി അങ്ങനെ മാടകോട കൊച്ചുകൂടി കേസൊക്കെ കൊടുത്തു. അങ്ങനെയാണ് ഇത് ഒതുങ്ങിപ്പോയത്. അപ്പൊ അവൻ ഞാനിത് പിടിക്കും, എനിക്ക് പൊന്നൂസിനെ കുറിച്ച് അങ്ങനെയൊന്നും ഇല്ല, എനിക്ക് ഭയങ്കര വിശ്വാസം എന്നൊക്കെ പറഞ്ഞാൽ അവൻ കുറച്ച് ഓവർ ഷോയും അതൊരു കണ്ടന്റ് ആക്കി. എന്നിട്ട് ഇവന് ഇത് 100 തവണ പറഞ്ഞത് ഇത് കോണ്ടന്റ് അല്ല, ഇത് എന്റെ പൊന്നൂസിന്റെ വിശ്വാസമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അമലോ ഊടായപ്പോ അവൻ ലോക ഫ്രോഡ് തരും. അതിന്റെ ഇടയ്ക്കാണ് ഇവർ എനിക്കൊന്ന് ഇവന്മാരുടെ ഒരു ഗ്യാങ് ആയിരുന്നു അത്. അങ്ങേറ്റത്തെ തരം താന്ന ഒരു ഗ്യാങ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അപ്പം അന്ന് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ 2 മാസത്തിന് മുമ്പേ നടന്ന കാര്യങ്ങളാണ് ഇവയൊക്കെ. അന്ന് വലിയ മാസ് കാണിച്ച് മാസ് സെൻട്രയിൽ വന്ന സുജിൻ പിന്നീട് അനക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതങ്ങനെ അവസാനിച്ചു. അപ്പം ഈ ഡിവോഴ്സും അതൊക്കെ ആയിട്ട് ഏകദേശം റിലേറ്റഡ് ചെയ്യാൻ പറ്റുമെന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. അപ്പം ഇതെന്താണ് പൊന്നൂസിന്റെ ഭാഗത്തു നിന്നല്ല, സുജിൻ പൈസ കയറിയപ്പോഴത്തേക്ക് പരിസരം മറന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി എന്നാണ് നമുക്ക് പേഴ്സണലി അറിയാൻ സാധിച്ചത്. അപ്പം എന്താണെങ്കിലും സുജിന്റെ ഭാഗത്താണ് ഇത് മിസ്റ്റേക്ക്. ഇത് ഇങ്ങനെ തന്നെ പോകുന്നതാണ് നല്ലത്. അപ്പൊ എനിക്കൊന്ന് സുജിൻ ചിലപ്പം എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ വീണ്ടും ഒരു കോണ്ടന്റ് ആക്കിക്കൊണ്ട് വരാം, അപ്പം നമുക്ക് ബാക്കി ചെയ്യാമെന്ന് കരുതുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഗൈസ് ഇവര് വേർപിരിയാൻ പോകുന്നു എന്നുള്ള ഇതൊക്കെയാണ്. നിയമപരമായി തന്നെ വേർപിരിയാൻ പോകുന്നു. പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ്. സാധാരണ ഏറ്റവും താഴത്തെ തട്ടിൽ നിന്ന് ഉയർന്നു വന്നതാണ്. പക്ഷെ എന്ത് ചെയ്യാം, അപ്പം എല്ലാത്തിനും എന്റെ ഭാര്യ കൂടെ ഉണ്ടാകണം, അവളും കൂടെ കൂടിയിട്ടാണ് ഞാൻ ഇത്രയൊക്കെ എത്തി ഒരു വിചാരം പോലും ഇല്ല. തീരെ നിലവാരമില്ലാത്ത രീതിയിൽ ഒരു അഹമ്മദിയോടെ രീതിയിലൊക്കെയാണ് ഇത്. നമുക്ക് കൂടുതലൊന്നും പറയണ്ട. അപ്പം ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കണ്ടുവരെ ശ്രദ്ധിക്കുക. ബൈ.